ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവരിവൺ. ഇന്ന് ഇന്ത്യയിൽ 79th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ അതിന് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ഫസ്റ്റ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് വന്നത് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒറുമ റെസിഡൻസിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനാണ്. സോ ലെറ്റ്സ് സീ. अधिनायक जय हे भारत भाग्य की दादा पंजाब सिंध गुजरात जिंदगी तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक भारत भाग्य विधाता जय हे जय हे जय हे നമ്മുടെ സാധനത്തിന് 78 വയസ്സ് 79 നമ്മളിവിടെ പെട്ടെന്ന് പറയാം. നമ്മളിവിടെ നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പരിപാടി. മഴ എത്രയെങ്കിലും വാങ്ങിയെന്ന് നമ്മൾ കണ്ടത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ജീവൻ വെടി കൊടുത്തിട്ട് നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭാരതത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുള്ള പല എതിർപ്പും പല സ്ഥലത്തും വരുന്നുണ്ട്. സ്വാതന്ത്ര്യം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കുകയാണ്. മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി അതാകരുത്. അപ്പൊ എല്ലാവരും നമ്മളെ ഒന്നിച്ച് നിന്നിട്ട് ഈ ചെറിയൊരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻ. അതിലെല്ലാരും ഒന്നിച്ച് നിൽക്കാം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. സല്യൂട്ട്. സല്യൂട്ട്. भारत माता की जय. भारत माता की भारत माता की. സോ ഗൈസ്, ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് വന്നാണ് ഇവിടെ പകൽ വീട്ടിൽ. വളരെ സന്തോഷം. ഓഗസ്റ്റ് 5 ഈ ഒരു സെലിബ്രേഷന് പകൽ വീട്ടിലെത്താൻ പറ്റിയതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. പകൽ വീട്ടിലെ ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യമാണോ? എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? എനിക്ക് കൂടി സ്വാതന്ത്ര്യം കിട്ടിയാൽ യുകെ പഠിക്കാൻ പോകണ്ടല്ലേ? അതിനും ഭാവികളുണ്ട്. ഇവിടേക്ക് തിരിച്ചു വരണേ. അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കരുത്. ഇതാണ് മേത്തോടത്താഴം പകൽ വീട്. ഈ പകൽ വീട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായമായ ആൾക്കാർ അവരുടെ സമയം ചെലവഴിക്കാൻ വരുന്ന ഒരു ഇടമാണ് പകൽ വീട്. ഈ പകൽ വീടിൻ്റെ വിജയം അറിയാൻ ഈ തിരക്ക് കണ്ടാലാണ് മനസ്സിലാവും. കാരണം എല്ലാ പരിപാടിക്കും ഈ തിരക്കുണ്ടാവും. അത്രയും നല്ല വിജയമാണ് ഈ പകൽ വീട്, ഈ മേത്തോടത്തെ പകൽ വീട്. കാരണം മിക്ക ദിവസവും അവരെല്ലാവരും വരും ഇവിടെ കൂടാൻ. അങ്ങനത്തെ ഒരു ഇടമാണ് പകൽ വീട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ
വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ, വളരെയധികം പുരോഗതി നമുക്ക് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഈ അവസരത്തിൽ ആ നിലയിലേക്ക് നമ്മൾ എത്തിച്ച ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ച് വീരമൃത്യു വരിച്ച ആളുകളെ ഓർക്കേണ്ട അത്തരം മഹത്വക്കളെ ഓർക്കേണ്ട ഒരു അവസരം കൂടിയാണ് നമുക്കിത്. അവരുടെ ത്യാഗപൂർണമായ അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ രീതിയിലുള്ള അവരുടേതായ ആ മഹത്തായ പ്രവർത്തനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമുക്ക് അവരോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യ വളരുന്നു, കൂടുതൽ വളരുന്നു. ലോകത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. ഈ അവസരം നമുക്കും ഇവിടെ പങ്കുചേരാനും ഫ്ലാഗ് ഉയർത്താനും ഇവരുടെ നേതൃത്വത്തിൽ നമുക്ക് സന്തോഷിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ഭാരതത്തിൻ്റെ ശക്തി, ഇന്ത്യയുടെ ശക്തി കൂടുതൽ വളരട്ടെ. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ലയൺ പ്രസ്ഥാനവും അതുപോലെ ഒരു ലയൺ പ്രസ്ഥാനത്തിൻ്റെയും കൂടി നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ലയൺ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സേവന സന്നദ്ധരായിട്ടുള്ള ആളുകളും അതുപോലെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീര ജവാന്മാരെയും മഹാത്മാക്കളെയൊക്കെ ഓർക്കേണ്ട സമയവുമാണ്. നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് വേണ്ടി ഇതൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സന്തോഷമുണ്ട്. എല്ലാ തവണയും നമ്മൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം പകൽ വീട്ടിൽ വെച്ച് കൊണ്ടാടാറുണ്ട്. അതൊരു ഭാഗമാകാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യം അറിയുന്നു. അതുപോലെ തന്നെ എന്ന് മറ്റുള്ളവർ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ എല്ലാ ആൾക്കാരെയും സ്മരിച്ചുകൊണ്ട്, എല്ലാ ആൾക്കാരെയും ഓർത്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ ചെയ്യുന്നു. നായക ജയ ഹേ ഭാരത ഭാഗ്യ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ഇന്ത്യ ഹിമാചല ഉജ്ജല ജലതിലരംഗ തബ ശുഭ നാമേ ജാവേ तब शुभ आशीष मांगे गावे तब जय गाना जनगण मंगलदायक जय